ഇത്ര വലിപ്പുണ്ടാവോ? അല്ല ഒരു ഇത്ര ഈ തണ്ട് കുറെ പൊന്തി വരുമോ? അപ്പൊ അങ്ങനെ ഈ ഇല ഇങ്ങനെ പറിച്ചെടുക്കുക. പിന്നെ ഇതിന്റെ സെന്ററിൽ ഒരേ സമയം തുമ്പ് പോകണം. ആ തുമ്പില് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ നല്ല മുകളിൽ വിത്ത് വരും. സെന്ററിൽ തുമ്പ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ പൂണ്ട് അതിന് ഒരു പൂണ്ട്. നമ്മളീ കാണുന്ന ചീര നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ബായി നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി ചെയ്തതാണ്. ഇത് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ രുചികരമായൊരു ചീരയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചീര നമ്മളെ നാട്ടിൽ പരിചയമുള്ളതല്ല. ഇതിനെ നമ്മളെ നാട്ടിലേക്ക് വികസിപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുള്ളത്. ഏതായാലും സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ വിത്ത് ശേഖരിക്കാനുള്ള തൈകളൊക്കെ നമ്മൾ ഇതിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അതിന് വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെ വിത്ത് വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ചീരക്കുള്ള പ്രത്യേകത ഇത് കേരളത്തിൽ നന്നായിട്ട് വളരുമെന്ന് ഉറപ്പാണ് കഴിക്കുന്നത്. നല്ല രീതിയിലുള്ള വളർച്ച കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വളരുന്ന ചീര കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്യാൻ കഴിയും. ഇതിൻ്റെ അടിവളമായിട്ട് ആദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചീര കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല ചീരയായിട്ടാണ് ഇത് വരിക. മറ്റേ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ട ചീരയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല വളർച്ചയെ കാണിക്കുന്നുണ്ട്. ഈ ചീര ഇതിന് അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ ഇത് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ കഴിയും, ഏതെല്ലാം രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെ തന്നെ അതിൽ നിന്ന് മനസ്സിലാവും. എല്ലാം കിട്ടും. ഇവിടെ ചീര മാത്രമേ ഇല്ല. ഇത് നാമക്ക് നേപ്പാൾക്ക് ബീച്ച് പാറനെ സാക്ക് പാറനെ സാധനം കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് 4-5 ഐറ്റം ഉണ്ട് ഇവിടെ. ഇത് വേറെ ഐറ്റം, ഇതാണ് സാധനം വേറെ ഐറ്റം. ആ കൊമ്പുകളുണ്ട്, അത് വേറെ സാധനം. ഇങ്ങനെ 2-3-4 ഐറ്റം കിട്ടുന്നുണ്ട്. ഇതേ ബായി പറയുന്നത് ഇതിൽ 3 ഇനം ചീരകളുണ്ട്. അതായത് ഇതിൻ്റെ ഇല ഇവിടെ ഇങ്ങനെ കട്ടായി കൊണ്ടിരിക്കുന്ന ഇല ഒരു ഇനം, ഇതൊരു ഇതാണ്, അത് ഒരു ഇനാണ്. പിന്നെ ഇതൊക്കെ അത് വേറെ ഇനം. 3 ഇനം ചീരയാണ് ബായി നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബായി തന്നെ ഇവിടെ ഉണ്ടാക്കിയാണിത്. ബായിൻ്റെ വീടാണ്, ബായി ഇതിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കർണാടക സേവന കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരനാണ് ബായി. നേപ്പാളിൽ പോയി വരുമ്പോൾ അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കിയാണ്. ഇത് ഏറ്റവും രുചികരമായ ചീര എന്നാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രുചി തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ബായി ഉപയോഗിച്ചില്ല, എപ്പോഴും ഉപയോഗിച്ചില്ലേ? അതാ ഇതിന്റെ 2ന്റെ ഇലകളിൽ മാറ്റം കണ്ടില്ലേ? ഇതൊരു ഇനത്തിന്റെ ഇല, ഇത് വേറെ ഇനം. ബായി ഇതിന്റെ മുകളിൽ എങ്ങനെ ആദ്യമായിട്ട് ഇല പൊട്ടിച്ചെടുക്കുക? എങ്ങനെയാ അത് പൊട്ടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാണ് എടുക്കുക? ആടി ഭാഗം മാത്രമേ പൊട്ടണം. അതാ ഇങ്ങനെ പൊട്ടണം പിന്നെ കിട്ടും. ഇതാ ബായി പറയുന്നത് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഇല ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഇത് ഉപ്പേരി ഉണ്ടാക്കാനാണ്, തോരനൊക്കെ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. ഇത് ആടി ഭാഗം മാത്രം നമുക്ക് കൊടുക്കണം. എന്താ ഇങ്ങനെ ഇനി ഇത് ചെറിയ ഇല ഉണ്ട്, ഇത് ഇങ്ങനെ ബെല്ലയാവും. അതിന് അടിയിൽ നിന്ന് ഇനിയും കുറേ സമയങ്ങളിൽ ഇല ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന് പൂവുണ്ടാവില്ല എപ്പോഴാ ബായി? ഇത് ഇപ്പോൾ 4 മാസം തട്ടുണ്ടാവും. 4 മാസം കഴിഞ്ഞിട്ടേ പൂവാകുള്ളൂ. അതിന് കുറച്ചുകൂടി തണ്ട് പോലെ പൊന്തി വന്നിട്ട് അതുവരെ ഇല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. തണ്ട് പൊന്തി വന്ന് അതിൽ പൂക്കളുണ്ടായി അതിൻ്റെ വിത്ത് കിട്ടുമെന്നാണ് ബായി പറയുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ മൊത്തം 1 മാസമായി. ഇപ്പോൾ 1 മാസം, കൃത്യമായിട്ടൊരു മാസമായിട്ട് എനിക്കല്ലേ? അല്ല എനിക്ക് 1 മാസമായിട്ടുള്ളൂ. ഇത് കറി കഴിക്കണ തുറക്കണ സമയമായി. ഇത് ഇങ്ങനെ പറിച്ചില്ല. പിന്നെ ഈ ചെറിയ ഇല ഉണ്ടോ, ഇത് വലുതാവാതെ നഷ്ടം. കറി കഴിക്കണ കിട്ടൂല. ഇത് ആടി ഭാഗം ഇങ്ങനെ പറിച്ചണം. പിന്നെ ഈ സൈസ് ഇല ഇങ്ങനെ ബെല്ലാവും. ഇത് ഇല അടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതിനനുസരിച്ചാണ് മുകളിലെ ഇല കൂടുതൽ വളർന്നു വരിക. അങ്ങനെ വളർന്നു വരുമ്പോൾ കൂടുതൽ ഉൽപ്പന്നം നമുക്ക് കിട്ടുമെന്നാണ് ബായി ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇതൊരു നല്ല ഇനം ചീരയാണ്. ഇത് ബായി അവിടുന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയാണ്. ഇത് നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ബായിന്റെ പേര് സുരേഷ് നേപ്പാൾ. നേപ്പാളിൽ എവിടെയാ വീട്? വെസ്റ്റ് ബംഗാൾക്ക് ബോർഡർ സൈഡിലുണ്ട്. എല്ലാം ഇത് സാധനം ഓൾ ഇന്ത്യയിൽ കിട്ടും. പിന്നെ ഇത് കർണാടകയിൽ കിട്ടില്ല. ഉത്തർപ്രദേശിൽ കിട്ടുമെന്ന് ബായി പറയുന്നുണ്ട് കേട്ടോ. ഉത്തർപ്രദേശിലൊക്കെ ഡൽഹിയിൽ കിട്ടും, ബൊംബൈയിൽ കിട്ടും, അവിടെയൊക്കെ ഉണ്ട് പഞ്ചാബിൽ കിട്ടും. എല്ലാം സ്ഥലത്തേക്ക് കഴിക്കുന്നുണ്ട്. ഇത് ഇവിടേക്ക് വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇത് ഉപ്പേരി അല്ലേ, കറി വെക്കാൻ പിന്നെ പച്ചക്കറി, പിന്നെ ഓയിൽ കൊടുക്കാനോ. അതിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ കൊടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ടുകൊണ്ട് വരട്ടിയെടുത്താൽ നന്നായിട്ട് പച്ചമുളക് കൊടുത്ത് ചെയ്താൽ നല്ല രുചിയുള്ള സാധനം. ഇത് കഴിക്കണം, കുറച്ച് സമയം ഇത് കഴിക്കണം. വെള്ളം വേണം, ഇത് കഴിക്കണം. നല്ല
കുറച്ച് സമയം വെള്ളം തീ വേണ്ട. നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇതാക്കണം ചെറിയ ചെറിയ പീസാക്കണം, ഇത് ലേശം വലിയ പീസാക്കണം, കുഴപ്പമില്ല. ഇതേ നല്ല ജലാംശം ഉണ്ട്. അതുപോലെ ചീര നേപ്പാൾ ചീര കൊണ്ടുണ്ടാക്കിയ ജലാംശം ഉണ്ടല്ലോ. ഇത് പച്ചയിൽ കൂടി നേപ്പാളിൽ തിന്നുന്നാ പറഞ്ഞത്. ഞങ്ങൾ തിന്നു നോക്കണ്ട്. വേറെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ കഴിയല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല. ബായി ഇതാ നന്നായിട്ട് ആദ്യം തിന്നണ്ട. ബായി പലപ്പോഴും തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഉപ്പേരി ഉണ്ടാക്കാനാണ് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. ബാക്കി നല്ല വെള്ളം ഉണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നന നന്നായിട്ട് കൊടുക്കണം. ഇത് നല്ല ജലാംശം ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി ഇത് മാത്രം നല്ല രസമുണ്ട് കേട്ടോ തന്നെ. കുഴപ്പമില്ല. ഒരു ഗ്യാസ് ഉണ്ട്. ഇത് സാധനം നേപ്പാളിൽ ആൾക്ക് സുഖമില്ല, ആശുപത്രി പോകാനോ സാധനം ചെക്കിങ് ആക്കിയ സമയം ഡോക്ടർ പറയണ ഇത് ജാസ്തി കഴിക്കണം പറയണം. ഇതിക്ക് കിണർക്ക് കുറച്ച് താകത്ത് പോലും പറയണ സാധനം ചീര. നേപ്പാളിൽ പറയണ റായ സാഗ് പറഞ്ഞ സാധനം. ഇതേ ബായി കൃത്യമായിട്ട് പറയുന്നത് ഇത് നേപ്പാളിൽ ഡോക്ടറെ അടുത്ത് പോയാൽ നന്നായിട്ട് ചീര കഴിക്കാനാണ് പറയുന്നത്. ഒരുവിധം രോഗങ്ങൾക്കൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ചീര കഴിക്കണം എന്ന് പറയാറുണ്ട് എന്നാണ് ബായി പറയുന്നത്. ഇതിൽ സൂപ്പർ മീൽ എല്ലുപൊടി വേപ്പുമുണ്ടാക്കി ജൈവ പൊട്ടാഷ് ഞങ്ങളിതിൽ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചകിരി കമ്പോസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. മണ്ണ്, കോഴിവളം, ആടുവളം, ചാണാപ്പൊടി, ഈ അങ്ങനെ 6-7 ഇനം സാധനങ്ങൾ കൂട്ടിയിട്ടാണ്. അല്ല ബായി ഇത് നിറച്ച് നമ്മൾ ആ രീതിയിലാണ് ഇത് ബായി നിറച്ചിട്ടുള്ളത് കേട്ടോ. കൃത്യമായിട്ടും ബായി ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കൃഷി ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബായിനെ തക്കാളിയാണ് കാണുന്നത്. അതൊക്കെ നന്നായിട്ട് കായ്ക്കും, നന്നായിട്ട് കായ ഉണ്ടാവും. ബായി കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മുളകൊക്കെ നല്ല കായ, നല്ല ആ തൈ ഉണ്ട്. എന്ത് ഭംഗിയുള്ള തൈകളാണ്. നന്നായിട്ട് മുളക് ഉണ്ടാവാറുണ്ട്. ബായി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ബായിൻ്റെ തക്കാളിയൊക്കെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് കായ ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് കായ ഉണ്ടാവും. ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ കവറിൽ എല്ലാ വളങ്ങളും ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് വേണോ കവർ നിറച്ചിട്ട് നമ്മൾ ചെയ്യാൻ. അല്ലാഞ്ഞാൽ നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരണമെങ്കിൽ അതിന് കൃത്യമായിട്ടും ആ വളപ്രയോഗം അതിന് ഗുണകരമാണ്. ആ വളം കൃത്യമായിട്ടുള്ള വളത്തിലേക്ക് വേര് വരുമ്പോൾ അത് വളർന്ന് കയറുള്ളൂ. പിന്നെ പൊതുവേ അതിൽ കമ്പോസ്റ്റ് നിർബന്ധമാണ്. കാരണം വെള്ളം കീപ്പിട്ട് വലിഞ്ഞ് പോകണം. അപ്പോൾ അതിന് ചകിരി കമ്പോസ്റ്റ് വേണം. എല്ലുപൊടി, വേപ്പുമണ്ണാക്കി, ജൈവപൊട്ടാഷുള്ള വളങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ ആടുവളം, ചാണാപ്പൊടി, കോഴിവളം, ഇതിന് 3 മിക്സ് എന്നൊരു സാധനം ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയിലുണ്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങളെല്ലാം കൂടി കൂട്ടി ചെയ്താൽ ഇത് ഈ രീതിയിലേക്കുള്ള ചെറിയ അടുക്കളത്തോട്ടങ്ങൾ നമുക്ക് ഏത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഇത്ര സ്ഥലം അതുകൊണ്ടല്ലേ ഇതിപ്പോൾ ചെറിയൊരു സ്ഥലത്ത് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കി. ഇതുപോലെ 2 മുളകിൻ്റെ തൈ, 2 വഴുതന, ഒരു 2-3 തക്കാളി, അതുപോലെ ചീര, ഇതുപോലെ എല്ലാം ഏത് വീട്ടുകാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ രീതിയിലേക്ക് പച്ചക്കറി തൈകൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ 25,000 തൈ ഓരോ വർഷവും ഇപ്പോൾ 6-7 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പല ആളുകളും അത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്തതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വരുന്ന സമയമാണ്. തക്കാളിയൊക്കെ നിറയെ കായുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് അതാണ്. പച്ചക്കറി കൃഷിയൊക്കെ ഓരോ വീട്ടുമുറ്റത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഓരോ അടുക്കള മുറ്റത്തും ചെറിയ രീതിയിലെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കാൻ കഴിയുന്ന ഉറപ്പിക്കുക. ഞങ്ങളുടെ ആശയം തന്നെ അതാണ്. വിഷരഹിത പച്ചക്കറിക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഓരോ വർഷവും 25,000 തൈ വരെ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വന്നത്. ഞങ്ങൾ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഓരോ വർഷങ്ങൾ തുടർന്ന് ചെയ്തു പോകുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത് മാംഗോ ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ മാംഗോ ഫെസ്റ്റിവൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഭംഗിയായി കൊല്ലം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ചെയ്യുന്ന. സൂഡാമോൺസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ഇടയ്ക്ക് വെറുതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് പോകണം കേട്ടോ. അല്ലാഞ്ഞാൽ അതിന് കീടങ്ങൾ ആക്രമിക്കും. സൂഡാമോൺസ് വെറുതെ സ്പ്രേ ചെയ്ത് പോയാൽ മതി. ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം അത് കൃത്യമായിട്ട് ആഴ്ചയിലൊരു ദിവസം. ഇപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ഗ്രോബാഗ് നിറയ്ക്കുമ്പോൾ ഡൈക്കോഡോർമ കുറഞ്ഞ രീതിയിൽ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ജീവാണു ആണത്.
അത് ഇതിൻ്റെ വേരുകൾ ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നത് നല്ല രീതിയിൽ ഇത് ചെയ്തു പോകട്ടോ.